ഉദാഹരണത്തിന് ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു. ഇതാര് പറഞ്ഞതാ? സ്വരാജ് പറഞ്ഞതാണ്. സ്വരാജ് പറഞ്ഞതിനെ അതേ ചർച്ചയിൽ ഞാനെടുത്ത് കോട്ട് ചെയ്തതാണ്, സ്വരാജിനെ കളിയാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഭാഗം മാത്രം അടർത്തിയെടുത്ത് അത് എൻ്റെ തലയിൽ കെട്ടിവെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഈ എൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ട ഏറ്റവും നിന്ദ്യമായിട്ടുള്ള 2 കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ആ ടയറിൻ്റെ, ഇത് രണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. പിന്നെ BJPയുടെ ഭാഗമായി നിൽക്കുമ്പോൾ BJPയുടെ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്, BJPയുടെ നറേറ്റീവ് പറഞ്ഞിട്ടുണ്ട്. BJPയുടെ നറേറ്റീവ്, നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന നറേറ്റീവ് അനുസരിച്ച് അത് എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശക്തമായി സംസാരിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അത് തിരുത്തിയത് തള്ളിക്കളഞ്ഞ് അത് തെറ്റായിരുന്നു തുറന്നു പറഞ്ഞുകൊണ്ട് വന്നതിന് ശേഷം പിന്നെ അതെന്നെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നതിനോട് ഇത്രയും കാര്യം അല്ല, അത് പോസ്റ്റ്മോർട്ടം ചെയ്തതല്ല. ഇപ്പം സന്ദീപേട്ടൻ നേരത്തെ പറഞ്ഞു BJPക്കുള്ളിലും നല്ല മനുഷ്യരുണ്ട് എന്ന്. മനുഷ്യരുണ്ട് എന്ന് പറയുന്നു. പക്ഷെ മലയാളികൾക്ക് പൊതുവെ BJP സംഘി അത്രേ ഉള്ളൂ. അപ്പോൾ അതിന്റെ അപ്പുറത്തേക്കൊരു നല്ല മനുഷ്യർ എന്ന് പറയാൻ എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്ന് അറിയാനാണ് ഞാൻ പറയുന്നത്. ഇപ്പം BJPയുടെ ഭാരവാഹികളായിട്ടുള്ള അല്ലെങ്കിൽ BJPയുടെ ഒഫീഷ്യൽ ലൈനിലുള്ള കുറച്ച് പേരുണ്ടാവാം. അതിലുപരിയായിട്ട് BJPക്ക് വോട്ട് ചെയ്യുന്ന കുറേ മലയാളികളുണ്ടല്ലോ. എന്തിനാണ് അവരെ വിട്ടുകൊടുക്കുന്നത്? അവരെല്ലാം ജനാധിപത്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായിട്ടൊരു പരിശ്രമം അല്ലേ, ഒരു എന്താണ് പറയുക, ഒരു റാഡിക്കലൈസേഷൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവരെല്ലാം ഈ വിശാലമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കുറേ ആളുകൾ ഞാൻ വന്നതിന് ശേഷം എൻ്റെ ഒരു നിലപാടിനോട് യോജിച്ചുകൊണ്ട് ഒരുപാട് പേര് അതിന് വിട്ടിറങ്ങി വന്നിട്ടുണ്ട്. സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ, ഒരുപാട് ആളുകൾ ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ്, ഒരുപക്ഷെ ഞാൻ സ്വയം കരുതുന്നത് ഞാൻ അവിടുന്ന് എത്ര പേരെ കൊണ്ടുവന്നു എന്നുള്ളതല്ല, മറിച്ച് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടായിരുന്ന എത്ര പേരെ തടഞ്ഞു നിർത്തി എന്നുള്ളതായിരിക്കും.